നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മോട്ടോർ ബൈക്ക് മോഷണക്കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബ് MR നായർ ഹാളിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. വികസനത്തിൽ രാഷ്ട്രീയം കണ്ടാൽ വികസന മുരടിപ്പിന് കാരണമാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്. വികസനത്തിന് ആദ്യം വേണ്ടത് മാസ്റ്റർ പ്ലാനാണ്. 10 വർഷം കഴിഞ്ഞാൽ കൊച്ചി കുടിവെള്ള ക്ഷാമത്തിലേക്ക് മാറുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് വാട്ടർ സപ്ലൈ സ്കീം നടക്കുകയാണെന്ന് തോമസ് പറഞ്ഞു. വാർത്തകൾ വിശദമായി. മോട്ടോർ ബൈക്ക് മോഷണക്കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. ചാലക്കുടി സൗത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു പ്രതി പിടികൂടുമ്പോൾ യാത്ര ചെയ്തിരുന്നത്. ചാലക്കുടി കൊരട്ടി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നെല്ലാം പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിരുന്നതായി പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച ശേഷം വാഹനങ്ങൾ പൊളിച്ച് ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മേലൂരിൽ വെച്ച് SHO അമൃതരംഗന്റെ നേതൃത്വത്തിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ബൈക്കിൽ വരുന്നത് കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചാലക്കുടി സൗത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു പ്രതി പിടികൂടുമ്പോൾ യാത്ര ചെയ്തിരുന്നത്. പ്രതിയെ കൊണ്ട് വാഹനങ്ങൾ പൊളിച്ചുവിറ്റ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവിധ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പറയപ്പെടുന്നു. SHO അമൃതരംഗൻ, SI മാരായ OG ഷാജു, CP ഷിബു, റെജിമോൻ NS, KA ജോയ്, ASI നാഗേഷ് KC, സീനിയർ CPO മാരായ സജീഷ് കുമാർ, ശ്യാം ആന്റണി, ഉണ്ണികൃഷ്ണൻ, CPO മാരായ ജോയ്, മണിക്കുട്ടൻ, ഹോംഗാർഡ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, ചാലക്കുടി. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബ് MR നായർ ഹാളിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. സാഹിത്യകാരൻ വൈശാഖൻ ആദ്യ പുസ്തക പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിന്റെ അർത്ഥതലങ്ങളുടെ ആഴമുള്ള രചനകളാണ് ഉണ്ടാകേണ്ടതെന്ന് വൈശാഖൻ അഭിപ്രായപ്പെട്ടു. പഴയ അടി തട സിനിമ പോലെ പുസ്തക പ്രസാധനം മാറുന്നത് അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് VR സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ എലവത്തൂർ, ശങ്കരപ്പണിക്കർ, തുളസീദാസ്, TS രവീന്ദ്രൻ, KG ജയപ്രകാശ്, മാധവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. വികസനത്തിൽ രാഷ്ട്രീയം കണ്ടാൽ വികസന മുരടിപ്പിന് കാരണമാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് പറഞ്ഞു. വികസനത്തിന് ആദ്യം വേണ്ടത് മാസ്റ്റർ പ്ലാനാണ്. 10 വർഷം കഴിഞ്ഞാൽ കൊച്ചി കുടിവെള്ളക്ഷാമത്തിലേക്ക് മാറുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഏഷ്യൻ വാട്ടർ ഡെവലപ്മെന്റുമായി സഹകരിച്ച് വാട്ടർ സപ്ലൈ സ്കീം നടപ്പിലാക്കുകയാണെന്ന് തോമസ് പറഞ്ഞു. പറവൂരിന്റെ വികസന മുരടിപ്പും വികസനത്തിന്റെ ഭാവി സാധ്യതകളും എന്ന വിഷയത്തെപ്പറ്റി സെമിനാർ നടത്തി. CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സെമിനാർ നടന്നത്. പറവൂർ മുനിസിപ്പൽ പാർക്കിൽ നടന്ന സെമിനാർ പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി TR ബോസ് അധ്യക്ഷനായി. പ്രൊഫസർ PK രവീന്ദ്രൻ സെമിനാറിൽ മോഡറേറ്ററായി. TV നിധിൻ, MB സ്വമന്തഭദ്രൻ, PS ശൈല, KM ദിനകരൻ, KA വിദ്യാനന്ദൻ, S രാജൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കനകമല കലേടം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ ഷൈൻ മുണ്ടക്കൽ, സദാശിവൻ കുറുവത്ത്, പഞ്ചായത്ത് അംഗം ഷീബ ജോഷി, ബൈജു അറയ്ക്കൽ, ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ കുണ്ടോളി, ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ പ്രസാദവരനാഥ പള്ളിയിൽ ഇടവക മധ്യസ്ഥ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ നവംബർ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകിട്ട് 6-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന,
ഇല്ലുമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മം, കലാസന്ധ്യ എന്നിവയുണ്ടാകും. 23-ന് രാവിലെ 6:45-ന് വിശുദ്ധ കുർബാന, തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 11-ന് അമ്പ് പ്രദക്ഷിണം, സമാപനം എന്നിവ ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7-നും 10-നും, പകൽ 3-നും ദിവ്യബലി, പകൽ 10-ന് പ്രസിദ്ധേന്തി വാഴ്ച, രാത്രി 7-ന് പ്രദക്ഷിണം, സമാപനം എന്നിവ ഉണ്ടാവും. തുടർന്ന് വാനിൽ വർണ്ണമഴ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, വാദ്യമേളം എന്നിവ നടക്കും. തിങ്കളാഴ്ച ടൗൺ അമ്പുദിനത്തിൽ പള്ളി അങ്കണത്തിൽ രാത്രി 7-ന് ഈടം മെഗാ ഷോ ഉണ്ടാവും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ സെബിൻ കൈതാരൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേ പീടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകരയിൽ നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിട്ടു. ബുധനാഴ്ച വിവിധ വേദികളിലായി പണിയ നൃത്തം, ഇരുള നൃത്തം, കഥാപ്രസംഗം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, തിരുവാതിര, ദേശഭക്തി ഗാനം, സംഘഗാനം, നാടകം, പദ്യം ചൊല്ലൽ, കഥാകഥനം, പ്രഭാഷണം, ചമ്പു പ്രഭാഷണം, പാഠകം, ഗസൽ ആലാപനം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് നാഷണൽ ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ്, ഗവൺമെന്റ് LP, സെന്റ് ഡോൺ ബോസ്കോ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കിയ 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. ചാലക്കുടി വോയിസ് ഇന്ത്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി നഗരസഭ കലാഭവൻ മണി പാർക്കിൽ നടക്കുന്ന ചിരി ക്ലബ്ബ് സന്ദർശിച്ച മലയാളിയുടെ മനം കവർന്ന സാമൂഹ്യ പ്രവർത്തക ദയാഭായി ചിരി ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം ചിരി വ്യായാമത്തിൽ പങ്കെടുത്തു. ഇന്നിന്റെ ആവശ്യമാണ് ചിരി ക്ലബ്ബുകൾ എന്ന് ഓർമ്മിപ്പിച്ചു. മനുഷ്യനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും സമയമില്ലാതെ ജീവിതചക്രം തിരിക്കാൻ നെട്ടോട്ടമോടുന്ന മാനവ സമൂഹം ദൈവസൃഷ്ടിയിൽ തൻ്റെ മാത്രം പ്രത്യേകതയായ ചിരി മറക്കുന്ന അവസ്ഥയാണ് ഇന്നെന്ന് ഓർമ്മിപ്പിച്ചു. ചിരി ക്ലബ്ബ് ഇൻസ്ട്രക്ടർ അമൽ ടോണി ചിരി ക്ലബിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. ചിരി ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം വ്യായാമത്തിൽ പങ്കെടുത്ത ദയാഭായി വളരുന്ന തലമുറയ്ക്ക് ചിരിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വോയിസ് ഇന്ത്യയെ ഓർമ്മിപ്പിച്ചു. ആളൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ണൻ S. വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, വാർഡ് മെമ്പർ സുബിൻ K. സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ബിജു PA, സിസ്റ്റർ മരിയ ആന്റണി, പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ, കോർഡിനേറ്റർ സൂര്യ VS എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മോട്ടോർ ബൈക്ക് മോഷണക്കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബ് MR നായർ ഹാളിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. വികസനത്തിൽ രാഷ്ട്രീയം കണ്ടാൽ വികസന മുരടിപ്പിന് കാരണമാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്. വികസനത്തിന് ആദ്യം വേണ്ടത് മാസ്റ്റർ പ്ലാനാണ്. 10 വർഷം കഴിഞ്ഞാൽ കൊച്ചി കുടിവെള്ള ക്ഷാമത്തിലേക്ക് മാറുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് വാട്ടർ സപ്ലൈ സ്കീം നടക്കുകയാണെന്ന് തോമസ് പറഞ്ഞു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.